നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാ സന്ധ്യായാമത്തിലും മലയുടെ മുകളിൽ കയറിപ്പോയി അപ്പനോട് മിണ്ടുന്നൊരു മോനുണ്ടായിരുന്നു. എല്ലാ പകലത്തെ ശുശ്രൂഷകളും കഴിഞ്ഞ് എല്ലാ സന്ധ്യാസമയത്തും മലമുകളിൽ കയറിപ്പോയി രാത്രികാലങ്ങളിൽ അപ്പനോട് സംസാരിക്കുന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനും കിട്ടി കുരിശ്, ആ പുത്രനും കിട്ടി അടി, ആ പുത്രനും കിട്ടി പീഡനം. പക്ഷേ അപ്പനോടുള്ള ബന്ധം അവനിൽ നിന്നതുകൊണ്ട് കല്ലറകൾക്കോ ക്രൂശിനോ അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ, പിറുപിറുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പക്ഷെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. വാൾ അന്വേഷിക്കേണ്ടവൻ എഫോദ് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ? പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ അടുത്തൊന്ന് ഇരിക്കാവോ? മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ ഒരു അരമണിക്കൂറൊന്ന് പ്രാർത്ഥിക്കാവോ? ഒരു പായ എടുത്തിട്ടിട്ട് അതിനകത്ത് കയറി കുറച്ചു നേരം മുട്ടയിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് വർത്താനം പറയാവോ? ദൈവമുഖം ഒന്ന് അന്വേഷിക്കാവോ? അന്വേഷിച്ചാൽ നീ ഒരു ശബ്ദം കേൾക്കും. ദാവീദിനോട് ദൈവം പറയുകയാണ്, പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും.